നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാലേ പമ്മി എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചെടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടി എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് മുതൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നില്ല. ആ വേണ്ട നിങ്ങളെന്നെ കെട്ടിപ്പിടിക്കുമ്പോഴേ ആ മീശരമം കൊള്ളുന്ന എനിക്ക് ഒടുക്കത്തെ ഇറിറ്റേഷനാ. ഞാനേ എൻ്റെ മണിക്കുട്ടൻ പൂച്ച പോലെ വേറൊരു പൂച്ച വാങ്ങി കെട്ടിപ്പിടിച്ചോളാം. എന്നാലും ഏത് നാറുകളാണോ എൻ്റെ മണിക്കുട്ടനെ തട്ടിക്കൊണ്ടുപോയത്. ശരി, അന്ന് നീയായിരുന്ന അവിടെ നിന്ന് ഇറങ്ങിയോടി. ഇവനങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചോളാം. നമുക്ക് അവന് പാലും മുട്ട പുളിച്ച് മേടിച്ചു കൊടുക്കാലോ. ശരി, ഇത് നമ്മൾ കണ്ടോണ്ട് വീട്ടിൽ നിന്ന് അടിച്ചോണ്ടോന്ന് പൂച്ചയാ, അല്ലാണ്ട് ഉണ്ണിയൊന്നല്ല. മുട്ടയന്മാർ ഇവിടുത്തെ മത്സരം ഉണ്ടാക്കാൻ. അപ്പോൾ വേണ്ടല്ലേ? ഈ ഒരു മന്ത്രി മണ ഊണ പറയാതെ അടുത്തങ്ങോട്ട് പോകണ്ടെന്ന് പറയടാ. ഒരു വഴിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? നമുക്ക് ആ വഴി പോയാലോ? അത് ശരിയാണ്, നമുക്ക് പുറകോട്ട് പോവാം. അവിടെ ഓക്കെയാടാ. ഈ ഒരു മന്ത്രി വൈകിട്ട് പോലീസുകാരൻ പറഞ്ഞത് അങ്ങോട്ടും അങ്ങോട്ടെന്ന് പറയാതെ എവിടെയെങ്കിലും ഉറച്ചു പറയടാ. ഒരു വഴി, നമുക്കിപ്പോൾ നീനയുടെ ഇവിടെ അങ്ങോട്ട് പോവാം. അതാകുമ്പോൾ അതിനപ്പുറത്തന്നെ പറ്റിയൊരു സ്ഥലമാണ്. നീനയുടെ വേണ്ട അങ്ങോട്ട് ഞാനില്ല. എന്താ? എനിക്ക് ഈ ബ്രേക്കപ്പ് ആയ പെണ്ണുകൾ കാണുമ്പോൾ അപ്പം സങ്കടവും. അപ്പോൾ അയാൾ ബ്രേക്കപ്പ് ആയതാണല്ലേ, അല്ലാതെ പാതിരാത്രി കുട്ടി നിൽക്കൊണ്ടിട്ട് അവളുടെ മതിലിയാടിനെ അവിടെ അപ്പം പിടിച്ച് മീൻകുളത്തി മുക്കിയതല്ലേ? അയ്യോ, ഓർമ്മിപ്പിക്കില്ലേ പൊന്നേ. അന്ന് രാത്രി അവിടുത്തെ കുളത്തിൽ കിടന്ന് അവിടുത്തെ മീനുകളെല്ലാം കൂടെ എന്നെ ബലാത്സംഗം ചെയ്തു. ഓർക്കും പോലും പേടിയാവും. പറ്റിയൊരു സ്ഥലമുണ്ട്. എവിടാ? വാ വാ. ഹലോ ഗൈസ്, ഞാൻ റോണി. ഞാൻ നിങ്ങളുടെ സ്വന്തം സുൽഫി. ഈ സുൽഫിക്ക് ഒരു കുൽഫിടിക്കൽ പറഞ്ഞു. കുൽഫിക്കടയിൽ പോവാണ് ഗൈസ്. യെസ് ഗൈസ്, നമ്മളിവിടെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് ഗൈസ്. യെസ്, കരച്ചിൽ കേൾക്കുന്നു ഗൈസ്. ഗൈസ്, ഒരു ബാസ്ക്കറ്റ്. യെസ് ഗൈസ്. ഗൈസ്, ബാസ്ക്കറ്റിനുള്ള ഒരു പൂച്ചക്കുട്ടി. ഓ മൈ ഗോഡ്, എന്ത് ക്യൂട്ടാല്ലേ. ഗൈസ്, ഒരു ഹാപ്പി ന്യൂസ്, നമ്മൾ ഇതിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു ഗൈസ്. ഈ പൂച്ചക്കുട്ടിക്ക് ഇടാൻ പറ്റിയ പേര് നിങ്ങൾ തന്നെ പറഞ്ഞു ഗൈസ്. അപ്പോ ഈ പൂച്ചയുടെ അടുത്ത വിശേഷം നമ്മൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും ഗൈസ്. ഇത് വയറിലെ പിന്നെ പൊളിച്ചില്ലേ നീ? ഇതിനെ കൊണ്ട് അപ്പുറത്ത് വരും തട്ടെ. എടാ പാവോടാ. പാപ്പോ എടേ, നമ്മൾ വയറിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അതിനെ തട്ടിക്കൊണ്ട് വന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനേ ആ KT പ്രസന്റ് അടുത്ത് പോയിട്ട് വരാം. അതാരെ? പ്രസന്റ് കാര്യത്തില്ല, ഈടാ യൂട്യൂബിലൊക്കെ റീച്ച് കിട്ടുന്ന വലിയ മനുഷ്യനാ. നീ വേഗം കൊണ്ട് തട്ടിട്ട് വാ, നമുക്ക് അയാളെ കാണാൻ പോണം. യെസ്, കേറ്റടാ കേറ്റ്. കേരട്ടെങ്ങനെ പാലക്കാട് എന്നുള്ള ടീമാണ് 50,000 രൂപ റെഡി ക്യാഷ് തന്നതാ. ഇന്ന് നൈറ്റ് തന്നെ 100K എങ്കിലും കേറ്റണം. കേരട്ടെങ്ങനെ അണ്ണ KT പ്രസന്റ് അണ്ണ. അണ്ണോ അപ്പൊ റീച്ച് മേലോട്ട് കയറാതെ താഴോട്ട് വന്ന എന്തോ ചെയ്യും? ഛേ, നെഗറ്റീവ് പറയല്ലേ ബ്രോ. എന്റെ ഈ കൈ കണ്ടോ? ഈ കൈ ഞാൻ എന്റെ പോക്കറ്റിലേക്ക് കയറ്റി. ഇനി ഞാൻ ഇറക്കാനേ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ KT പ്രസന്റ് റീച്ചും. ഇറങ്ങാനേ പോകുന്നില്ല, കേറി പോവും. കൈ ഇറങ്ങിയാണ് അത് പോക്കറ്റിൽ നിന്ന്. ഇത് റീച്ച് കേറി പോവും. അവിടെ എന്തോ പപ്പടം പൊളിച്ച് വെച്ചേക്കുന്നോ? ന്യൂ യൂട്യൂബേഴ്സ് ആണല്ലേ. ഈ KT പ്രസന്നം പറയുന്ന പോലെ കേട്ടാ നിങ്ങളുടെ റീച്ചും കേറി പോവും. മതി അണ്ണ, റീച്ച് കേറിയാ മതി. അത് മതി. Look at that. ഇതിലേതെങ്കിലും ഒരു മണ്ണ് സെലക്ട് ചെയ്തേ. അയ്യോ വേണ്ട, ഇത് മേശപ്പുറത്ത് പട്ടിയെ വിട്ട് മണ്ണോട്ട് മൂടി വെച്ചേക്കുന്നേ. വേണ്ട, ഇത് പറ്റി അപ്പിട്ടിട്ട് മണ്ണോട്ട് മൂടി വെച്ചതല്ല. ഇത് യൂറോപ്പിലെ മണ്ണ്, ഇത് അന്റാർട്ടിക്കയിലെ മണ്ണ്, അത് നൈജീരിയയിലെ മണ്ണ്, മറ്റേത് സാൻ ഫ്രാൻസിസ്കോ. അപ്പൊ അണ്ണന് റീച്ച് കയറ്റാൻ മാത്രമല്ല മണ്ണ് കയറ്റാൻ അറിയാം അല്ലേ അണ്ണ? നീ എനിക്കിട്ട് കേട്ടണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിലേതെങ്കിലും ഒരു മണ്ണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത യൂട്യൂബ് വീഡിയോയിൽ അത് കണ്ടന്റ് ഉപയോഗിക്കണം. യൂറോപ്പിലും അർജന്റീനയും പോയിട്ടില്ല. ഞാൻ ഈ യൂറോപ്പിലെ അർജന്റീനയിലൊന്നും പോയിട്ടില്ല. ഇതപ്പുറത്തെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നോണാ. എടാ, ഇത് യൂറോപ്പിലെ മണ്ണാണെന്ന് പറഞ്ഞാലും നിന്റെയൊക്കെ മണ്ടക്കോണപ്പന്മാരായ ഫോളോവേഴ്സും യൂട്യൂബേഴ്സും ഉണ്ടല്ലോ, അമ്മമാരങ്ങ് വിശ്വസിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ റീച്ചും അങ്ങ് കേറി പോവും. പിന്നെ പപ്പടം പൊളിച്ചില്ല. അണ്ണ, നമുക്ക് ഈ 3 മണ്ണും വേണ്ട, നമുക്ക് ഈ സാൻ ഫ്രാൻസിസ്കോയിലെ മണ്ണ് മതി. മണ്ണ് കയറ്റുന്നതൊക്കെ കൊള്ളാം. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് കാശും കയറ്റണം. അതെന്ത് വർത്താനം അണ്ണ? നാളെ 9 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ അണ്ണന്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് കയറിയിരിക്കും. ഇനി എങ്ങനെ കേറിയില്ലെങ്കിൽ ഈ മഞ്ഞ ലൈറ്റിൽ മുന്നോട്ട് അണ്ണൻ ഞങ്ങളെ കേട്ടണ്ട. എന്ന് എനിക്കിട്ട് കേട്ടാതെ പോയി കണ്ടന്റ് കേട്ടടാ.
കയറ്റി പ്രശ്നമാണെങ്കിൽ കാശ് കൊടുക്കണ്ടേ? നീ നിന്റെ അപ്പനെ ഒന്ന് വിളിച്ചേ. അയ്യടാ, കഴിഞ്ഞ മാസം ജമ്മിക്കെട്ടിന് അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞ രൂപ 25,000 എൻ്റെ തന്തയുടെ വലിപ്പിച്ചേ, മറന്നുപോയാ? ആ ശരിയാ, അന്നല്ലേ നമ്മൾ ഗോവയ്ക്ക്. ആ ഗോവയ്ക്ക അല്ലയാ, എന്തൊക്കെ പറഞ്ഞാലും ആ ഗോവ ട്രിപ്പിനെ പറ്റി ഓർക്കുമ്പോഴത്തെ കയ്യിൽ രോമാഞ്ചം വരും. രോമാഞ്ചം. ആ പൈസ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞേക്കണേ. ശരിയാ. അന്നത്തെ നമ്മുടെ ഗോവ ട്രിപ്പ് ഇപ്പോൾ പല ബിറ്റ് കോയിനിലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ലോടി കളിച്ചോണ്ടിരിക്കുക. ഭാഗ്യത്തിന് അന്ന് കുട്ടൂസിൻ്റെ മായ ഇവിടെയൊക്കെ മോമൂടി വെക്കാൻ തോന്നി. ഇല്ല, നമ്മൾ നാറി പാട്ടിത്തിട്ട് വായി പോയനെ. നീ ഒന്നും ആലോചിപ്പിക്കല്ലേ, അപ്പനെ വിളിച്ചേ. അത് കൊള്ളാം. എപ്പോഴും എൻ്റെ തന്ത വിളിപ്പിക്കണ, ഇത്തവണ നിൻ്റെ തന്ത വിളിപ്പിര്. എൻ്റെ വാപ്പ എവിടെ വലിപ്പിക്കാനാ? കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങനെ വലിച്ചോണ്ടിരിക്കുക. എൻ്റെ തന്ത വിളിച്ച് എൻ്റെ തന്ത എന്നെ വിളിപ്പിക്കുന്ന അറിയാൻ പാടില്ല. വിളിച്ചു നോക്കാം. അപ്പാ. എന്താടാ? ആ അതെ അപ്പാ, നമ്മുടെ വീട്ടിലോട്ടുള്ള ഗ്രാവൽ റോഡ് ഉണ്ടല്ലോ, അതങ്ങ് ടാർ ചെയ്തേ. എന്തിനാടാ നിന്റെ അപ്പന്റെ മോന്ത പിടിച്ച് ടാർ റോഡ് വരയ്ക്കാനാണോ? ഈ അപ്പൻ്റെ അതേ ഹ്യൂബർ സെറ്റ്സ് എനിക്ക് കിട്ടിയേക്കുന്നെന്ന് എല്ലാവരും പറയുന്നേ. അതില്ലപ്പാ, ഞങ്ങളേ പുതിയൊരു പരിപാടി കണ്ടിട്ടുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ. അത് താമസിക്കാൻ വൈറലാവും. അപ്പം പിന്നെ വരവ് ഫെരാരിയിലൊക്കെ ആയിരിക്കും. ഫെരാരി അപ്പാ, ഫെരാരി. നീ നിന്റെ അപ്പനിട്ട് ഉണ്ടാക്കല്ലടാ ഒരുപാട് കേട്ടോ. എടാ നിന്റെ കൂടെ ഒരുത്തണ്ടല്ലോ മറ്റേ സുൽഫി, അവനൊരുത്തനാടാ നിന്നെ ഈ പരുവാക്കുന്നത്. എന്തിയാടാ അവൻ? ഉണ്ടോടാ നിന്റെ കൂടെ? ആ ഉണ്ടപ്പാ. അവൻ്റെ ചോട്ട് ഫോൺ കൊടുക്കണം അവൻ്റെ ചോദിച്ചു. ആ കൊടുക്കാവേ. എടാ സുൽഫി, നിന്നെ ഇതേ അപ്പം വിളിക്കുന്നു. ആ ഹലോ അപ്പാ, സുൽഫിയ അപ്പാ. ആ മോനെ സുൽഫി കുട്ടാ, എന്നാ ഉണ്ടാ വിശേഷം? ഓ സുഖമായിട്ടിരിക്കുന്നപ്പാ. മോനേടാ നീ അവിടെ ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ അപ്പൻ അവനെ അവിടെ നിർത്തിയേക്കുന്നത്. എടാ അവനെ നന്നായിട്ട് നോക്കിക്കോണേടാ കേട്ടോ. ആ ഞാൻ പൊന്നോല നോക്കിക്കോളാം അപ്പാ. അപ്പാ റോണിക്ക് എന്തോ സംസാരിക്കാനുണ്ട്, ഞാൻ റോണിയുടെ കൊടുക്കാവേ. അതെ അപ്പാ, എന്താടാ പറ. ഒരു 15,000 രൂപ. പാരനാറി വെച്ചിട്ടോടാ അവന്റെ 15,000 കൂണുവാ. ഓക്കെ അല്ലേ? തീരുമാനമില്ല. അപ്പോൾ ആ ടെൻഷൻ കിട്ടി. ആ കിട്ടിയില്ലേ? ആ ചന്തി നോക്കി ആളെ പറയാം, ഞങ്ങൾ അത്ര ചന്തകളല്ലേ. ആരാ അത്? എന്റെ എന്റെ മുന്നേ ചേച്ചി ഈ മാസം അവസാനം എങ്ങനെയും തരാം. ദൈവത്തെ ഉപദ്രവിക്കരുത്. പൊട്ടന്മാര്, ഞങ്ങൾ പ്രയാഗ ഇന്ത്യ വന്നു. എടാ ഞങ്ങൾ 2 ആഴ്ച നിങ്ങൾ നിക്കാൻ വേണ്ടി വന്നതല്ലേ. സന്തോഷായില്ലേ? പിന്നെ ഇല്ലേ? അപ്പൊ ആറാട്ടണ്ണനും പ്രസംഗണ്ണനും കൂടെ ഒറ്റ വണ്ടി പിടിച്ച് പോകുന്നതാണല്ലേ? എടാ ഇത് പഴയതുപോലല്ല, ഇത് പുതിയൊരു സ്കീമാ. അയ്യോ, സ്കീമിന്റെ കാര്യമൊന്നും പറയല്ലേ. പണ്ട് നീയൊക്കെ കൊണ്ട് സ്കീമായിട്ട് വന്നത് എന്റെ കൊച്ചാപ്പിപ്പ എന്നെ കുടുംബത്തായിരുന്നില്ല. അല്ല, അതിന് തന്നെ ഇത് കുടുംബത്തിലെ കയറ്റാൻ കൊള്ളാന്ന്. നിന്നോട് ആര് പറഞ്ഞു ഞാൻ തന്ന സാധനം കൊണ്ട് എന്റെ കൊച്ചാപ്പയ്ക്ക് കൊടുക്കാൻ? അതുകൊണ്ടല്ലേ പണി കിട്ടിയത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, അന്ന് നീയൊക്കെ കൂടെ എന്റെ കൊച്ചാപ്പയുടെ LKG പഠിക്കുന്ന കൊച്ചിന്റെ തത്ത അടിച്ചോണ്ട് വന്ന് മഞ്ഞ പെയിന്റ് ഒടിച്ച് ചെവിയിൽ 2 പപ്പടവും തിരുമ്മി വെള്ളി മൂങ്ങിയാന്നും പറഞ്ഞ് എന്റെ കൊണ്ടുവന്നു തന്നു. ഒന്നും അറിയാത്ത പാവം ഞാൻ 45,000 രൂപയ്ക്ക് എന്റെ കൊച്ചാപ്പിക്ക് കൊടുത്തു. ആ 45,000ന്റെ പങ്കം പറ്റി നീയൊക്കെ എന്റെ പാട്ടിന് പോയി. അവസാനം എന്താ നടന്നേന്നറിയാവോ? 3 ദിവസം കഴിഞ്ഞപ്പോ വെള്ളി മൂങ്ങ കൊച്ചാപ്പന്റെ വീട്ടിലുള്ളവരുടെ പേര് വിളിച്ചു തുടങ്ങി. എടാ ഇത് അതൊന്നും അല്ല, ഇത് പുതിയൊരു സ്കീമാ. എന്റെ കർത്താവേ, ഈ പൊട്ടന്മാർ എങ്ങനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കും. എന്റെ പൊന്നു സുൽഫി, എന്റെ റോണി, ഇത് നീയൊക്കെയാണ് വിചാരിക്കുന്ന പോലെ അത്തരത്തിലുള്ള സ്കീമൊന്നും അല്ലടാ. ഇത് ലക്ഷങ്ങളുടെ സ്കീമാ, ലക്ഷങ്ങളുടെ സ്കീം. ഇത് പിടി, എന്നിട്ട് 2 പോയി ബീർ വാങ്ങിട്ട് വാ, അടിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ആദ്യം പറയണ്ടേ? നീലാകാശം പീലി വിടർത്തും പച്ചപ്പൂഞ്ചോല, നീലാകാശം പീലി വിടർത്തും പച്ചപ്പൂഞ്ചോല. സംഭവം ഏറ്റവും തോന്നുന്നു. ഡി എന്താ നിന്റെ പ്ലാൻ? അവന്മാർക്കൊരു പാതി കൊടുക്കാനാണോ? ഇത് അങ്ങനെ പരിപാടിക്ക് ഞാനില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. പിന്നെ അറിഞ്ഞില്ല പല്ലാന്ന് പറഞ്ഞ് പറയാൻ നിൽക്കരുത്. നീ എന്തുവാടി വിചാരിച്ചേ? നമ്മൾ അവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കും, എന്നിട്ട് ആ പൈസയും കൊണ്ട് നമ്മൾ സ്കൂട്ടാവും. നിനക്കറിയാലോ അവന്മാരോട് ഉണ്ടെങ്കിലേ സംഭവം നടക്കൂന്ന്. ആ എന്നാ ഞാൻ ഓക്കെ. നീ ബാ, നമുക്ക് അവന്മാർ വരുന്നതിന് മുമ്പ് പുറത്ത് പോയിട്ട് വരാം. നീയൊക്കെ കൂടെ എവിടെ പോയേക്കുമായിരുന്നു? ആ അതൊക്കെ ഉണ്ട്. ഇതെന്നാ 2 ഗ്ലാസ്? അത് ഹോട്ടൽ ഉണ്ടായിരുന്നുള്ളേ, ബിയർ തീർന്നു പോയി. എടാ നിന്റെയൊക്കെ ഉടായ്പ ഇതുവരെ നിർത്താറായില്ലേ? ഉടായ്പിനെ പറ്റി കൂടുതൽ പറയല്ലേ. എല്ലാ ഉടായ്പ നിർത്തി നന്നാവാൻ പോയവനാ ഞാൻ. നീയൊക്കെ കൂടെ പുതിയ ഉടായ്പായിട്ട് വന്നേക്കുവാ.
എന്റെ കുടുംബത്തിൽ ഉടായ്പുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വാപ്പയ്ക്ക് ഇപ്പോഴും നോട്ടേറ്റിപ്പികൾ തന്നെ പണി. അതൊക്കെ വാപ്പ പണ്ടേ വിട്ടതാ. ഇപ്പം വാപ്പയും ചേട്ടനും കൊച്ചാപ്പയും കൂടെ സ്മഗ്ലിംഗ് തുടങ്ങിയിട്ടുണ്ട്. രക്ഷപ്പെടുമായിരിക്കും. പിന്നെ രക്ഷപ്പെടും. പിന്നെ നീ രാവിലെ ഒരു സ്കീമിൻ്റെ കാര്യം പറഞ്ഞില്ലേ? എന്ത് പണ്ടാരായാലും വേണ്ടിയില്ല, 50-50 ഞങ്ങൾക്കുള്ളതാണേ. അതേടാ 50-50 തന്നെയാ. ഞങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് മതി. പിന്നെ എല്ലാം സെറ്റ് അല്ലേ? ശരിക്കില്ലേ? തൂക്ക് അതല്ലടാ, തൂക്ക്